എടാ അമ്മൂസേ, അച്ഛൻ വന്നടാ അമ്മൂസേ, നീ പേടിക്കണ്ട, അച്ഛൻ്റെ അടുത്ത് വാ. ഇല്ല ഇല്ലടാ അമ്മൂസേ, പേടിക്കണ്ട, അച്ഛൻ വന്നില്ലേ, പിന്നെന്തിനാ പേടിക്കണ്ട കേട്ടോ. ഇല്ലടാ അമ്മൂസേ, അച്ഛൻ വന്നില്ലേ, അമ്മൂസ അച്ഛൻ്റെ അടുത്തല്ലേ ഉള്ളത്, ഇനി ഒരു പോക്കാണ്ടിയും വരില്ല, നീ ആദ്യം പേടിക്കണ്ട, അമ്മൂസ കരയണ്ട. ശരി പോട്ടെ, കരയണ്ടടാ. അമ്മൂസേ, എന്തിനാ നീ വീട്ടിൽ നിന്ന് പുറത്ത് വന്നത്? അച്ഛൻ അമ്മൂസിനെ കൊണ്ട് എപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ, അച്ഛനില്ലാതെ അമ്മയില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്ത് വരാൻ പറ്റില്ല എന്ന്. അമ്മയ്ക്കറിയാതെ, അതും ഈ രാത്രിയില് അമ്മൂസ് എന്തിനാടാ പുറത്ത് വന്നത്? കാർത്തോമ്മന്റെ വീട്ടിക്കോ? ഈ രാത്രിയിലോ? അതിന് നിനക്ക് കാർത്തോമ്മന്റെ വീട്ടിക്ക് എങ്ങനെ പോണെന്ന് വഴി അറിയില്ലല്ലോ, നീ എന്തിനാ എങ്ങനെ ഒറ്റയ്ക്ക് വന്നത്? അമ്മേന്റെ വീട്ടിക്ക് പോകുകയാണെങ്കിൽ അത് നീ അമ്മനെ കൊണ്ട് പറഞ്ഞിരിക്കാലോ, എന്തിനാടാ ഒറ്റയ്ക്ക് പുറത്ത് വന്നത്? അയ്യോ ശരി പോട്ടെടാ, ഇനി ഇങ്ങനെയൊന്നും അമ്മന്റെ അടുത്ത് പറയാതെ അച്ഛൻ്റെ അടുത്ത് പറയാതെ ആരുടെ വീട്ടിലും പോകാൻ വേണ്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് വരാൻ പറ്റില്ല, ശരിയാ? അതേടാ അമ്മൂസേ, പോക്കാണ്ടി എന്നൊക്കെ പറഞ്ഞ് നിന്നെ പേടിപ്പെടുത്താൻ പാടില്ലെന്ന് അമ്മന്റെ അടുത്ത് അച്ഛൻ തന്നെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നീ കാണിക്കണത് കാണുമ്പോ അച്ഛന് തന്നെ പേടിയാവുന്നുണ്ട്. ഇങ്ങനെ രാത്രിയിൽ പുറത്ത് വന്നാ പോക്കാണ്ടിയല്ല, വേറെ ആരെങ്കിലും പിടിച്ചോണ്ട് പോവും. ഇനി ഇതുപോലെ ഒറ്റയ്ക്ക് പുറത്തൊന്നും വരാൻ പാടില്ല, ശരിയാ അമ്മൂസേ? ആ പേടിയാവുന്നുണ്ടല്ലോ, ആ പേടി വേണം. ഇനിയിപ്പോ രാത്രിയല്ല, പകലാണെങ്കിലും കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് അച്ഛനമ്മനെ കൊണ്ട് പറയാതെ പുറത്ത് വരാൻ പറ്റില്ല, ശരിയാടാ? ഇല്ലടാ, അമ്മ തല്ലില്ല. നീ കാണാതെയായി എന്നും പറഞ്ഞ അമ്മ അവിടെ പാവം കരഞ്ഞോണ്ടിരിക്കുകയാണ്. നീ വീട്ടിക്ക് വന്ന അമ്മ തല്ലുവൊന്നുമില്ല. അമ്മൂസ് കിട്ടിയെന്ന് അമ്മ ഒരുപാട് സന്തോഷപ്പെടും. ശരി നീ കരയണ്ടടാ, ആദ്യം അമ്മയ്ക്ക് ഒരു ഫോൺ വിളിച്ച് അമ്മൂസ് കിട്ടിയെന്ന് പറഞ്ഞാ അമ്മ കുറച്ച് സമാധാനത്തിലിരിക്കും. എന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാം, വാ. ചേച്ചി വരും. റിഹ എവിടെ പോയിന്നറിയില്ല, അമ്മയ്ക്കും പേടിയാവുന്നുണ്ട്. പക്ഷെ അച്ഛൻ ചേച്ചിനെ തേടി പോയിട്ടില്ലേ, അച്ഛൻ എങ്ങനെയെങ്കിലും റിയാനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. അയ്യോ ദൈവമേ, എന്റെ കുട്ടി എവിടെ പോയിന്നറിയില്ല. എന്റെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് എന്റെ മകള് കാണാതെയായത്. ഞാൻ ബാക്കിൽ വാതിലൊക്കെ അടച്ചു വെച്ചതാണെങ്കിൽ ഇങ്ങനെ അവള് പുറത്ത് പോയിട്ടുണ്ടാവില്ല. റിഹ എവിടെ പോയിന്നറിയില്ല. ഇരുട്ട് കണ്ട അവൾക്ക് പേടിയാ. ഇനിയിപ്പോ എവിടെ പോയി? ഇനി പേടിച്ച് എവിടെയെങ്കിലും ഇരിക്കുവായിരിക്കോ? എന്റെ ദൈവമേ, എങ്ങനെയെങ്കിലും എന്റെ മകളെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് ചേർക്കണേ. റിയ, നീ വന്നോ? നീ എവിടെയാടാ പോയത്? അമ്മനെ കൊണ്ട് പറയാതെ ഇങ്ങനെ രാത്രിയിലെ ഒറ്റയ്ക്ക് പുറത്ത് പോകാൻ പാടുവോ? നീ എങ്ങോട്ടാ പോയത് റിയ? അയ്യോ ഐഷു, അവള് നീ മരുന്ന് തരുന്ന് പേടിച്ചിട്ട് അടുത്ത് നമ്മുടെ കാത്തു ചേച്ചിന്റെ വീട്ടിലേക്ക് പോകാന്നും പറഞ്ഞ് പുറത്ത് പോയിരിക്കുകയാണ്. പുറത്ത് കുറച്ചു ദൂരം പോയതും ഇരുട്ടത്ത് ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് അവള് മറന്നുപോയി. എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയോ അല്ലേ, അതുകൊണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വഴിയോ അവള് മറന്നുപോയി. എന്തോ നല്ല സമയത്തിന് ഞാൻ വേഗം പോയത് കൊണ്ട് അവളെ കണ്ടു, അല്ലെങ്കിലേ കുട്ടി രാത്രിയില് ഒരുപാട് കരഞ്ഞ് പേടിച്ചിട്ടുണ്ടാവും. അയ്യോ ശിവേട്ടാ, എങ്ങനെയാ നമ്മുടെ റിയ കുട്ടി തിരിച്ചു കിട്ടിയല്ലോ, അത് എനിക്ക് മതി. അമ്മൂസേ, ഇനി ഇതുപോലെ ഒറ്റയ്ക്ക് എവിടെയും പോകാൻ പാടില്ല. എവിടെയെങ്കിലും പോണെങ്കിൽ അച്ഛനെ കൊണ്ടോ അമ്മനെ കൊണ്ടോ പറയണം. ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും പുറത്ത് പോകാൻ പാടില്ല കേട്ടോ. ശരിയടാ, നിന്നെ കാണാതെ അമ്മ എത്ര പേടിച്ചറിയോ. അമ്മയും അച്ഛനും കൂടി ഒരുപാട് സങ്കടപ്പെട്ടു. അതുമാത്രമല്ല, അപ്പൂസും കൂടെ നിന്നെ കാണാതെയായപ്പോ എത്ര സങ്കടപ്പെട്ട് കരഞ്ഞു.
വിളിക്കുവാണ്. ചേച്ചി കാണാതെയായി പറഞ്ഞ് കരയൊന്നോ? കരയുന്നു അപ്പൂച്ചേ, ചേച്ചി വന്നില്ലേ? അത് ചേച്ചി അമ്മ മണ്ണ് തരും പറഞ്ഞ് കാട്ടമ്മ വീട്ടിൽ പോണു പറഞ്ഞില്ലേ? ചേച്ചി കാട്ടമ്മ വീട്ടിൽ പോകുമ്പോ അവിടെ കാട്ടമ്മയുടെ വീട് കാണാതെയായി. എന്നിട്ട് ചേച്ചിക്ക് എങ്ങനെ വീട്ടിലേക്ക് വന്നൊന്നും വഴി അറിഞ്ഞില്ല. എന്നിട്ട് ചേച്ചി അങ്ങനെ കാണാതെയായി. അതേ അപ്പൂച്ചേ, ചേച്ചി ഒറ്റയ്ക്ക് പുറത്ത് പോയതുകൊണ്ട് കാണാതെയായത്. എന്നിട്ട് പോക്കാണ്ടി വന്നു. ഒറ്റയ്ക്ക് പുറത്ത് പോയാ പോക്കാണ്ടി വന്ന് നമ്മളെ പിടിച്ചോട്ട് പോവും. നീയോ ഒറ്റയ്ക്ക് പുറത്തൊന്നും പോവാൻ പാടില്ല ട്ടോ. ഒറ്റയ്ക്ക് പുറത്ത് പോയാ പോക്കാണ്ടി വന്ന് നമ്മളെ പിടിച്ചിട്ട് പോവും. നീ കരയരുത് അപ്പൂച്ചേ, ചേച്ചി വന്നില്ലേ, പിന്നെന്തിനാ നീ കരയുന്നെ? കരയണ്ട അപ്പൂച്ചേ, നീയും ഒറ്റയ്ക്ക് പുറത്ത് പോവാൻ പാടില്ല ട്ടോ. പോയാ ചേച്ചിയെ പോലെ നീയും കാണാതെയാവും. നമ്മ കാണാതെയായ പാവം അച്ഛനും അമ്മയും ഒരുപാട് സങ്കടപ്പെടും. നമ്മ അച്ഛനെയും അമ്മനെയും സങ്കടപ്പെടുത്താൻ പറ്റില്ല. അച്ഛമ്മ പാവല്ലേ, അതുകൊണ്ട് ഇനി നമ്മ അച്ഛമ്മ കൊണ്ട് പറയാതെ പുറത്ത് പോവാനേ പാടില്ല. ശരി, ഇനി നമുക്ക് പുറത്ത് പോവാതെ വീട്ടിന്റെ അകത്ത് തന്നെ രണ്ടുപേർക്ക് കളിക്കാട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അമ്മൂച്ച കാണാതെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് വിഷമായോ? അമ്മൂച്ച വീണ്ടും തിരിച്ചു വന്നോട്ടോ, ആരും വിഷമിക്കണ്ട. പിന്നെ അമ്മൂച്ച പോലെ നിങ്ങളും വീട്ടില് അച്ഛമ്മ കൊണ്ട് പിണങ്ങിട്ട് വീട്ടിന് പുറത്ത് പോവാൻ പാടില്ല. ഒറ്റയ്ക്ക് പുറത്ത് പോയാലേ അമ്മൂച്ച പോലെ നിങ്ങളും കാണാതെയാവും. എന്നിട്ട് പോകാണ്ടി വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോവും. അതുകൊണ്ട് ആരും അച്ഛമ്മ ചീത്ത പറഞ്ഞാലോ അല്ല മരുന്ന് തരും പറഞ്ഞാലോ അല്ലെങ്കിൽ അച്ഛമ്മ കൊണ്ട് പെണ്ണങ്ങിട്ടോ വീട്ടിൽ ഒറ്റയ്ക്ക് പുറത്ത് പോവാനേ പാടില്ല ട്ടോ. ശരി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോന് ലൈക്ക് ഇടണം. എന്റെ